ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച വന്നിട്ടുള്ള വാരാന്ത്യ പതിപ്പിൽ, ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട്, ഒരു റിപ്പോർട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. കാരുണ്യത്തിൻ്റെ സ്നേഹ സ്പർശം എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ സി മുഹമ്മദ് കുഞ്ഞി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തുന്നില്ല, ലേഖനത്തിലേക്ക് കിടക്കുകയാണ്. ഉദ്യാന നഗരത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രഥമ അജണ്ടയാക്കി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകമായ ഓൾ ഇന്ത്യ KMCC, AIKMCC കേരളത്തിന് പുറത്ത് വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ മികവോടെ നടത്തുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യസ്നേഹപരമായ സേവന മേഖലകളിൽ ആത്മാർത്ഥപരമായ ഇടപെടലുകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ജനകീയ കയ്യൊപ്പ് ചാർത്തി മാതൃകയാവുകയാണ്. ഒരു തലമുറയെ നിരന്തരം പ്രചോദിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്ത യുഗ പ്രഭാവനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടുള്ള അതിമഹത്വവും ബൃഹത്തുമായ 6 നിലകളോടുകൂടിയ സൗധം ഇവിടെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. അശരണർക്ക് അത്താണിയായും രോഗദുരിതത്തിൽ അകപ്പെട്ടവർക്ക്, ജീവിതം ദുസ്സഹായമായവർക്ക് ആശ്വാസവും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിനും കേഴുന്നവർക്ക് കാരുണ്യം പെയ്തിറങ്ങുകയും ചെയ്യുന്ന ഒരു ഗേഹവും കൂടിയാണിത്. 2019 മാർച്ചിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിലൂടെ സെൻറ്റർ നാടിന് സമർപ്പിച്ചു. കേരളത്തിന് പുറത്തെ മലയാളികളുടെ കൂട്ടായ്മ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ഈ വർഷം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അവാർഡ് പ്രഖ്യാപിച്ചത്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ സംസ്ഥാന ട്രഷററുമായിരുന്ന പരേതനായ മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിലുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ്. അർഹരെ കണ്ടെത്തുന്നതിന് ചുമതലപ്പെടുത്തിയ ജഡ്ജിംഗ് പാനൽ ഏകകണ്ഠേന അഭിപ്രായപ്പെട്ടത് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയെയാണ്. പ്രമുഖ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ റഹ്മാൻ തായലങ്ങാടി, ഇടത് സഹയാത്രികനും മുൻ PSC മെമ്പറുമായ ഡോക്ടർ അജയ് കുമാർ കോടോത്ത്, വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ എന്നിവരായിരുന്നു സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ. കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി ബാംഗ്ലൂർ സിറ്റി പാലസിൽ സെൻറ്റർ ഒരുക്കിയ സമൂഹ വിവാഹ വേദിയിൽ വെച്ച് നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന ചെയർമാൻ കൂടിയായ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സെൻറ്ററിന് കൈമാറി. ബാംഗ്ലൂർ മഹാനഗരത്തിലേക്ക് ജോലിക്കും കച്ചവടത്തിനും പഠനത്തിനും ചികിത്സയുമായി നാട്ടിൽ നിന്നെത്തുന്ന മലയാളി സമൂഹത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും ഇടപെടുന്ന KMCC സേവന വീതിയിൽ നിരവധി ആദരവും അംഗീകാരവും ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സേവന സന്നദ്ധതയ്ക്കു മുന്നിൽ മതമോ രാഷ്ട്രീയമോ ഭാഷയോ വ്യത്യാസമില്ലാതെ മാനവ സൗഹൃദം മുഖമുദ്രയാക്കിയ വലിയൊരു സന്നദ്ധ സേന സെൻറ്ററിനുണ്ട്. തട്ടിപ്പുകൾക്ക് നിരന്തരം വേദിയാകുന്ന നഗരത്തിലെ മലയാളികൾ ഇരയാകുമ്പോൾ നീതി ലഭ്യമാക്കാൻ മുന്നിൽ ഉണ്ടാവുക മിക്കപ്പോഴും KMCC ആയിരിക്കും. ഒരു വാഹനാപകടത്തിൻ്റെ വിവരം ലഭിക്കുന്ന മാത്രയിൽ KMCCയുടെ 22 യൂണിറ്റുകളിലും ഏതെങ്കിലും ഒന്ന് ഇടപെട്ടിരിക്കും. ആംബുലൻസ്, താമസ സൗകര്യം തുടങ്ങിയവയ്ക്ക് തരപ്പെടുത്താൻ ഇവരെപ്പോഴും സന്നദ്ധമായിരിക്കും. ബാംഗ്ലൂരിലെ ലോകപ്രശസ്ത മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രമായ നിംഹാർസിലേക്ക് നാട്ടിൽ നിന്ന് ഒരു നിർധന രോഗിയെത്തിയാൽ ആവശ്യമെങ്കിൽ ചികിത്സ കഴിഞ്ഞ് പോകുന്നതുവരെ സഹായ സന്നദ്ധയുമായി ഒരു നിഴൽ പോലെ കൂട്ടിന് ഇവരുണ്ടാവും. സംഘടനയുടെ പ്രവർത്തന വീതിയിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്ന മേഖലയാണ് പാലിയേറ്റീവ് ഹോം കെയർ.
ഈ മഹാനഗരത്തിന് അപരിചിതമായ സാന്ത്വന പരിചരണ സംസ്കാരത്തെയാണ് ശിഹാബ് തങ്ങൾ സെൻറ്റർ പാലിയേറ്റീവ് ഹോം കെയറിലൂടെ സംഘടന ബാംഗ്ലൂരിനെ പരിചയപ്പെടുത്തുന്നത്. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ നിത്യരോഗികളായ ജീവിതങ്ങളെ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുന്ന സാന്ത്വനത്തിൻ്റെ മറുവാക്കാണ് KMCC. കേവലം ഒരു പരിചരണം മാത്രമായിരുന്നില്ല, അവരുടെ ഒറ്റപ്പെടലുകളിൽ കൂട്ടായി ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാന്ത്വനമായി, മാനസിക വെല്ലുവിളികൾക്ക് ആശ്വാസമായി, പകരം വെക്കാനാവാത്ത ആത്മനിർവൃതിയിൽ കൈമാറിയാണ് പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. 10,000-ലേറെ കിടപ്പ് രോഗികളെ ഇതിനകം തന്നെ പരിചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ബാംഗ്ലൂരുവിന് പുറമെ മൈസൂർ, കൊടക്, തമിഴ്നാടിൻ്റെ ഭാഗമായ ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ 1800-ലധികം കിടപ്പ് രോഗികളെ സാന്ത്വനത്തിൻ്റെ സ്പർശം നൽകി ശുശ്രൂഷിക്കുന്നു. ഇതിനായി 7 ആംബുലൻസുകളും നിരവധി ആരോഗ്യ പ്രവർത്തകരും എപ്പോൾ വിളിച്ചാലും സദാ സന്നദ്ധമായി നിൽപ്പുണ്ട്. സമീപഭാവിയിൽ കർണാടകയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പാലിയേറ്റീവ് ഹോം കെയർ വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് സെൻറ്റർ ഭാരവാഹികളുള്ളത്. കർണാടകയിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വധുവരന്മാരുടെ വിവാഹ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് സമൂഹ വിവാഹത്തിലൂടെ സെൻറ്റർ നിർവഹിക്കുന്നത്. 8 സീസണുകളിലായി 500-ലധികം പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവർക്കുള്ള ആഭരണങ്ങൾ, വിവാഹ വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, വിവാഹ സൽക്കാരം തുടങ്ങി എല്ലാ ചെലവുകളും വഹിക്കുന്നത് സെൻറ്റർ തന്നെയാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ വിജയകരമായി നടപ്പാക്കി വന്ന ബൈത്തുർ റഹ്മ പദ്ധതി ശിഹാബ് തങ്ങൾ സെൻറ്ററും ഏറ്റെടുക്കുകയായിരുന്നു. ബാംഗ്ലൂരിനെ കൊടുകിലെയും നിർദ്ധരായ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി. സഹായങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വീടുകൾ നിർമ്മാണം നടത്താനാണ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. നിംഹാൻസ്, കിദ്വൈ ക്യാൻസർ സെൻറ്റർ, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ജയദേവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖമായ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ രക്തം നൽകാൻ സെൻറ്ററിന് കീഴിൽ ട്രോമ കെയർ പ്രവർത്തിക്കുന്നു. ഇതിന് വിപുലമായ ഒരു ടീം തന്നെ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിക്കുണ്ട്. ഓൾ ഇന്ത്യ KMCC ബാംഗ്ലൂർ സെൻട്രൽ കമ്മിറ്റി KP അബ്ദുറഹ്മാൻ ഹാജിയുടെ ഓർമ്മക്ക് കൊടുകിൽ ജില്ലയിലെ കൊണ്ടങ്കേരി കട്ടേമാടിൽ ശുദ്ധജല പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. മഴക്കാലമായാൽ കലക്കുവെള്ളം കുടിക്കേണ്ട അവസ്ഥയായിരുന്നു ഇവിടെയുള്ളവർക്ക്. ബാംഗ്ലൂരിൽ മരണപ്പെടുന്നവരെ മയ്യത്തുകൾ കുളിപ്പിക്കുന്നതിനും പരിപാലനത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും ആവശ്യമായ എല്ലാ സേവനങ്ങളും സെൻറ്റർ കേന്ദ്രീകരിച്ച് നടന്നുവരുന്നു. പ്രത്യേകമായ വളണ്ടിയർ ടീം ഇതിനായി പ്രവർത്തിക്കുന്നു. ഓരോ വർഷത്തിലും ലക്ഷക്കണക്കിന് രൂപയാണ് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളിൽ സംഘടന നടത്തിവരുന്നത്. റമദാൻ മാസത്തിൽ 5000-ലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. കർണാടകയിലെ വിവിധ ജില്ലകളിലെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നത്. പ്രവാസികളുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ ദൗത്യം ഒരു കുടുംബത്തിന് 1 മാസം കഴിയാൻ ആവശ്യമായ എല്ലാത്തര ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്യുന്നു. SDCH റീഹാബിലിറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കൃത്രിമ കാലുകൾ വെച്ച് നൽകുന്ന ദൗത്യവും സെൻറ്റർ ഏറ്റെടുത്തിട്ടുണ്ട്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന വികലാംഗരായ ഇത്തരം രോഗികൾക്ക് എല്ലാവിധ പിന്തുണയും സെൻറ്റർ നൽകി വരുന്നു. കോവിഡ് കെയറുമായി ബന്ധപ്പെട്ട് കോവിഡ് കെയർ സെൻറ്റർ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള പ്രമുഖ കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം തുടരാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് ബാംഗ്ലൂർ സെൻട്രൽ കമ്മിറ്റി ആംസ്റ്റർ അക്കാദമിയുടെയും അൽ അമീൻ കോളേജിൻ്റെയും സഹകരണത്തോടെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക കോച്ചിംഗ് നടത്തിവരുന്നു. ഇവരിലെ സാമ്പത്തിക പ്രയാസമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ്
നൽകുന്നു. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കായി ഫൗണ്ടേഷൻ കോഴ്സുകളും ക്ലാസുകളും നടത്തുന്നു. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായാൽ പ്രഗത്ഭരുടെ നേതൃത്വത്തിലാണ് ഫൗണ്ടേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശങ്ങളിലടക്കം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ഇതിനകം 500-ലേറെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ KMCCയുടെയും ശിഹാബ് തങ്ങൾ സെൻറ്ററിൻ്റെയും പ്രവർത്തന മേഖല ഇവിടെ അവസാനിക്കുന്നില്ല. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഒട്ടേറെ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് താങ്ങും തണലുമായി സെൻറ്ററിൻ്റെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി MK നൗഷാദും ട്രഷറർ T ഉസ്മാനും സെക്രട്ടറി ഡോക്ടർ അമീർ അലിയും സദാസമയവും നിതാന്ത ജാഗ്രതയോടെ കൂടെയുണ്ട്. മറ്റു ഭാരവാഹികളായ സിറാജ് ഇബ്രാഹിം സേട്ട്, ബഷീർ, HR ബഷീർ, ഹാരിസ് K, അഷ്റഫ് കമ്മനഹള്ളി, CH അബു, മുനീർ അൽസീസൻ, അഡ്വക്കേറ്റ് ഇല്യാസ് എന്നിവരുടെ ശക്തമായ പിൻബലവും കമ്മിറ്റിയുടെ കരുത്താണ്. എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനും അധികമാണ് KMCCയുടെ പ്രവർത്തന മേഖല. ഉദാഹരണങ്ങൾ, വേണ്ടാത്ത മാതൃകകൾ വർഷങ്ങളായി ബാംഗ്ലൂർ അനുഭവിച്ച് അറിയുന്നു. മുസ്ലിം ലീഗ് കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ബൈത്തുർ റഹ്മ പദ്ധതി ശിഹാബ് തങ്ങൾ സെൻറ്ററും ഏറ്റെടുക്കുകയായിരുന്നു. ബാംഗ്ലൂരിലെയും കുടുകിലെയും നിർധനരായ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി. പ്രിയപ്പെട്ട C മുഹമ്മദ് കുഞ്ഞി സാഹിബ് കാരുണ്യത്തിൻ്റെ സ്നേഹ സ്പർശം എന്ന തലക്കെട്ടിൽ ഇന്ന് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് കൃത്യമായി തന്നെ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു സ്ഥാപനം, നമ്മുടെ നാട്ടിലെ CH സെൻറ്റർ പോലെ ഈ സ്ഥാപനം ബാംഗ്ലൂർ ഞാൻ പോയപ്പോൾ, ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ, ഈ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന സ്ഥാപനം കൃത്യമായി അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൻ്റെ എല്ലാം അടങ്ങുന്ന ആ ബിൽഡിങ് കൃത്യമായി തന്നെ അതിൻ്റെ ഓഫീസും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ച് വലിയ ഒരു അനുഭൂതിയോടെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. ബാംഗ്ലൂരിൽ വേറെ നമ്മളെ ബന്ധപ്പെട്ട ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അങ്ങനെ വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളുടെയും മറ്റും അടങ്ങുന്ന ഫോട്ടോ ഉള്ള ആംബുലൻസൊക്കെ റോഡിൻ്റെ ഓരത്ത് നിർത്തിയിട്ട് കണ്ടപ്പോൾ ഞാൻ അവിടെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന റോഡിനോരോരത്ത് ചേർന്ന് നിൽക്കുന്ന ഈ ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഈ സ്ഥാപനം, ഈ ബിൽഡിങ് കാണാൻ കഴിഞ്ഞത്. ആ ബിൽഡിങ് കാണുകയും അതിൻ്റെ അകത്തേക്ക് ചെന്ന് മഞ്ചേരിയിലുള്ള ഒരു MSFൻ്റെ പ്രവർത്തകനാണ് അന്ന് ഓഫീസ് സ്റ്റാഫായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട്, എൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞ കൃത്യമായി നടത്തുന്ന വിവാഹങ്ങളും മറ്റ് റിലീഫ് കിറ്റുകളും എന്നുവേണ്ട പാലിയേറ്റീവ് പ്രവർത്തനമാണ് 28ഓളം യൂണിറ്റ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആംബുലൻസുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെയുള്ള CH സെൻറ്റർ പോലെ നമുക്ക് കർണാടകയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന AIKMCC ഓൾ ഇന്ത്യ KMCC കൃത്യമായ ജീവകാരുണ്യ പ്രവർത്തനമാണ് അവിടെ നടത്തിപ്പോരുന്നത്. കൃത്യമായും ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ കേരളം വിട്ടിട്ട് മറ്റു ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോസുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് വേരോട്ടമുണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ മുസ്ലിം ലീഗിന് ശക്തിയോടെ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനോ ഒന്നുമില്ലാത്ത ഭാഗങ്ങളിലാണ് മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. മുസ്ലിം ലീഗ് ഒന്നും ജനാധിപത്യപരമായി അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വോട്ട് കിട്ടും, അതല്ലെങ്കിൽ അതുകൊണ്ട് ഒരു മെച്ചം കിട്ടും എന്നത് നോക്കിയല്ല മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാവുന്ന രീതിയിൽ വേറിട്ട രൂപത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ
മറ്റിതര സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ കർണാടക പറഞ്ഞത്, പല സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡ് പോലുള്ള, ബംഗാൾ പോലുള്ള മറ്റെല്ലാ പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് വളരെ ശക്തമായി തന്നെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, രാജ്യത്തിന് പുറത്തും ദുരിതം അനുഭവിക്കുന്നവരുമായി പല കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായി തന്നെ ഞാനൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് 2 വാക്ക് സംസാരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ 10 വർഷം ഇവിടെ ഭരണത്തിൽ ഇല്ല, കേന്ദ്രത്തിലും ഭരണത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഈ 10 വർഷ കാലയളവിലാണ് മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗിൻ്റെ ഏതാണ്ട് ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നതും ഈ ഒരു 10 വർഷ കാലയളവിൻ്റെ ഉള്ളിലാണ്. ഗോൾഡൻ ജൂബിലി ആഘോഷം ചെന്നൈയിൽ വെച്ച് നടന്നതും ഈ കാലയളവിലാണ്. അവിടേക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞ കോട്ടവാക്കം YMC ഗ്രൗണ്ടിൽ ചെന്നൈയിലുള്ള ആ 10,000 അടങ്ങിയ ആ ഒരു വലിയ സമ്മേളനം അവിടെ നടന്നപ്പോൾ അത് നടന്നത് ഈ കാലയളവിലാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം, വയനാടിൻ്റെ പാവപ്പെട്ട ആ മക്കൾക്ക് ദുരിതം അനുഭവിച്ചപ്പോൾ വയനാട്ടിൽ അവർക്ക് താങ്ങും തണലുമായി കൃത്യമായി തന്നെ വൈറ്റ് ഗാർഡിൻ്റെ 100 കണക്കിന് പ്രവർത്തകർ മാസങ്ങളോളം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് ഈ കാലയളവിലാണ്. അത് കഴിഞ്ഞ് പാവപ്പെട്ട ആ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 105 വീടുകൾ എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. ആ വീടിൻ്റെ പണി പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തങ്കലിപികളാൽ എഴുതപ്പെട്ട ഡൽഹിയിലെ കായിദെ മില്ലത്ത് സെൻറ്റർ എന്ന മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞതും അതിൻ്റെ പ്രവർത്തനം നടത്തിയതും ഈ ഭരണമില്ലാത്ത ഈ കാലയളവിലാണ്. അപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണമില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തണുത്ത സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി കോടിക്കണക്കിന് രൂപയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അത് കൃത്യമായി തന്നെ 30-ഓളം കോടി രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം, അതോടൊപ്പം തന്നെ 40 കോടിയിലധികം വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് വയനാട്ടിൽ വീട് നിർമ്മാണത്തിന് എന്നുവേണ്ട എല്ലാ കാര്യത്തിലും നല്ലൊരു രീതിയിൽ വലിയ മികവുറ്റ കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ 10 വർഷ കാലയളവിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലില്ലാത്ത ഒരു കാലയളവിലാണ് മുസ്ലിം ലീഗ് ഈ പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് കൃത്യമായി തന്നെ ആ ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലും അതോടൊപ്പം തന്നെ ഇവിടെ ഡൽഹിയിൽ നടന്ന ഓഫീസ് ഉദ്ഘാടനത്തിലൊക്കെ നേരിട്ട് പങ്കെടുത്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് ഭരണമില്ലെങ്കിലും ഭരണമുണ്ടെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തന മേഖലയിലും മുന്നിൽ നിന്ന് നയിക്കുന്ന പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലെയുള്ള പ്രിയങ്കരായ ആത്മീയ നേതാക്കൾ, പ്രിയപ്പെട്ട നേതാക്കൾ നമ്മൾക്ക് മുന്നിലുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു കടമ്പയും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ജീവകാരുണ്യം മറ്റ് പ്രവർത്തനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അടിവരയിട്ട് പറയുകയാണ്, ജനാധിപത്യപരമായി രാഷ്ട്രീയപരമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് എന്നത് മുന്നിൽ കാണാതെ ലാക്കാക്കാതെ കൃത്യമായും തന്നെ മുസ്ലിം ലീഗ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പച്ചയായ കൃത്യമായി സോഷ്യൽ മീഡിയക്കകത്ത് കൃത്യമായി കണക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് കൃത്യമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം അത് ഭരണമുണ്ടോ എന്നുള്ളതിന് ഇല്ലയോ എന്നുള്ളത് നോക്കിയല്ല, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലാക്കാക്കി വോട്ട് ഉള്ള കേന്ദ്രങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് കൂടി തെളിയിക്കുന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു എളിയ സംഘാടകന്, എളിയ പ്രവർത്തകന്, സ്വന്തം തൊഴിലാളികളുടെ നെസ്റ്റീവിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് അഭിമാനത്തോടെ മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി തുടരാൻ 3 പതിറ്റാണ്ടോളമായി ഈ രംഗത്ത് തുടരാനും ഇനിയും മരിക്കുന്നതുവരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബിന്ദുവായി അണിനിരക്കാനും
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കാരുണ്യത്തിൻ്റെ സ്നേഹസ്പർശം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട സി മുഹമ്മദ് കുഞ്ഞി ഹാജി എഴുതിയ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നടത്തുന്ന കർണാടകയിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ രൂപം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും മറ്റുള്ള വീഡിയോയുമായി മറ്റു ചരിത്രങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാസ്സലാമ.